എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ അതേ ഞങ്ങളത് എക്സാം ഒക്കെ ഈ ആഴ്ചയില് നമ്മുടെ ഇന്റേണൽ എക്സാം ഒക്കെ തീർന്നു. അപ്പൊ ഇന്ന് ഞങ്ങൾ എൻജോയ് ചെയ്യാൻ പോവാണ് ഗായ്സ്. എന്താ എൻജോയ് ചെയ്യുന്നത്? എന്തേലൊക്കെ കാണാം, നമുക്ക് കാണാം. ഉറങ്ങി കിടക്കണ ആമീനെ ഉണർത്താൻ വേണ്ടി ഞങ്ങൾ പോവാണ്. ഇന്ന് ക്ലീനിങ് ഡേ ആണ്. അപ്പൊ ഞങ്ങൾ ക്ലീൻ ചെയ്യാണ്. നമ്മുടെ സുന്ദരി 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 അങ്കിളിനെ നോക്കണേ. അതാ ഈ ഡ്രസ്സൊന്നും കിട്ടണ്ട കേട്ടോ. അത് കിട്ടുന്നത് അയ്യോ അവിടെ കെട്ടിട്ടിക്കണേ. ഇങ്ങനെ കൊണ്ടുപോവാ, ഇങ്ങോട്ട് കൊണ്ടുപോയി, ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ ഇത് നോക്ക്, അതോട് ബ്ലോഗ് എടുക്കണം. എന്താണ് ആമി ജീവിതത്തെ കുറിച്ച് പറയാനുള്ളത്? ജീവിതം ഒരു അനന്ത അത് വേണ്ട, അത് വേണ്ട. പിന്നെന്താ, ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യാം, മാക്സിമം കഴിക്കുക. അതെ അതെ. ഒരു വവ്വാല്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ബാക്കി വിശേഷം കാണാം. അമ്മ പോവാ. സുന്ദരി സുന്ദരി സുന്ദരി. നിറയെ കൊതുകുത്തുന്നുണ്ട്. സുന്ദരി സ്റ്റെഫീനെ കൊണ്ട് പോവാണ് ഗൈസ്. അയ്യോ ഇപ്പൊ പോ. രണ്ട് ഡോക്ടേഴ്സും കൂടെ ആട്ടിടന്മാരെ പോലെ പോകുന്നു. സുന്ദരി പോവാണ്. തരാ ഇപ്പൊ പോണ്ടേ? ഇത്രയും നേരം വലിച്ചു ഓടുവായിരുന്നു. പ്രാർത്ഥിക്കായിരിക്കാം. പ്രാർത്ഥിച്ച രമാനീനെ നോക്കുകയാണ് ഇനി. അപ്പൊ ഞങ്ങളിതേ കുളിച്ച് ഫ്രഷായി ഇനി ചായ കുടിക്കാൻ പോവാണ്. ഇന്ന് കുറച്ച് ലേറ്റ് ആയല്ലേ ക്ലീനിങ് ഒക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് ചായ കുടിക്കാൻ പോവാം. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പുറത്തു നിന്നാണ് ഫുഡ്. ഗായ്സ് ആകെ മഴ പെയ്തു. ഇനി ഞങ്ങളുടെ ഓർഡർ ചെയ്ത് നല്ല ഇടിയും കാറ്റും മഴയാണ് ഗായ്സ്. ഞങ്ങളുടെ ഡ്രസ്സൊക്കെ നനഞ്ഞു. എങ്ങനെയുണ്ട് ഗായ്സ് ഫുഡ്? അടിപൊളി. ബിരിയാണി അടിപൊളിയാണ്. മന്തി അതിലും അടിപൊളി അല്ലേ? ഫ്രൈഡ് റൈസ് എങ്ങനെയുണ്ട്? എന്തിനാ അപ്പൊ എല്ലാം അടിപൊളിയായി സൂപ്പറായി. അപ്പൊ എല്ലാവർക്കും ഹലോ ഗായ്സ്. അപ്പൊ ഞങ്ങൾ കഴിച്ച് ക്ഷീണിച്ചു. എല്ലാരും പ്ലേറ്റ് എക്സ്ചേഞ്ച് ചെയ്തു തുടങ്ങിയത്.
മന്തി കഴിക്കാൻ തുടങ്ങി. തീർച്ചയായും അപ്പൊ അവിടെ ബിരിയാണി കഴിക്കുന്നു. മറ്റാൾ ഇതേപോലെ വേറെ സർവീസ് നടത്തുന്നു. റൈസ് വേറെ തരും, പീസ് തരും, കച്ചവടം എല്ലാം ഒഴിച്ചു വെച്ച വളരെ നല്ല സർവീസ് ഗുഡാണ്. ഇതൊക്കെയാണ് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, സ്പ്രൈറ്റ് കിട്ടിയില്ല. ബില്ലില് സ്പ്രൈറ്റ് ഉണ്ട് ഗായ്സ്, പക്ഷെ ഞങ്ങൾക്ക് അയാൾ കൊണ്ടു തന്നപ്പോ അതില് മിസ്സായിപ്പോയി, അതിലുണ്ടായിരുന്നില്ല. അത് ഞങ്ങളെ സങ്കടപ്പെടുത്തുന്നു അല്ലേ സ്റ്റെഫി? ഒരു പഞ്ചസാര ഏതെങ്കിലും കട്ട ഉണ്ടാക്കായിരുന്നു അല്ലേ? അതെ ഇഷ്ടായി. കംപ്ലീറ്റ് ഡൺ. ആദ്യം മന്തി, പിന്നെ ബിരിയാണി. മയണൈസിനെ കൊല്ലക്കൊരു ചെയ്യണം ഗായ്സ്. ഇത് ഊറ്റിയെടുക്കുന്ന തീർത്ത് അത് വീഴാൻ ആഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ സ്വന്തം അതാ പോട്ടെ സ്റ്റെഫി, സാരില്ല. അങ്ങനെ ബിരിയാണി ഫിനിഷ്ഡ്. അപ്പൊ ഗായ്സ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വിചാരിച്ചു. കുറേ ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് ഫോട്ടോ എടുക്കാം. രണ്ടെണ്ണം കിട്ടിയില്ലല്ലോ. മന്തി. അതെ, ഫോട്ടോ കലാപരിപാടികളാണ്. ഫോട്ടോ എടുത്തെടുത്ത് ഞങ്ങൾ ക്ഷീണിച്ചു. അല്ല, ഇവനെ കൊണ്ടുപോയി അവരെ കണ്ണോക്ക് ഇവനാ ഇഷ്ടമായത്. ഇത് നിന്റെ കൈ വന്നത് വീഡിയോ ആണ്. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ ഇത്? എന്തൊക്കെയാ? എന്താ പറ, എനിക്കറിയില്ല. എന്തിനാ ഇങ്ങനെ എന്നെ ഇറിറ്റേറ്റ് ആക്കുന്നേ? പറഞ്ഞൂടെ ഇവിടെ എന്റെ ഒരു ഇങ്ങനെയല്ല, നമുക്കൊരു ശൈലി കൊണ്ട് One eternity later. അങ്ങനെ ദേ കുറേ നേരത്തെ റീലെടുക്കലിൻ്റെ പരിശ്രമത്തിനൊടുവിൽ ഞങ്ങൾക്ക് ദേ ഫൈനലി ഒരു റീല് സെറ്റായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ദേ ഞങ്ങൾ കിടന്നുറങ്ങി. അങ്ങനെ ദേ പിറ്റേ ദിവസം നമ്മുടെ നെക്സ്റ്റ് ഡേ നേരെ രാവിലെ കോളേജിലെത്തി. ഇന്ന് കോളേജ് യൂണിയൻ ഇനോഗ്രേഷൻ ആയിരുന്നു.
അപ്പോൾ ഈ രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴായിരുന്നു ഇനോഗ്രേഷൻ. അപ്പോൾ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വന്നിരുന്ന നമ്മുടെ പ്രമുഖ എഴുത്തുകാരനായിട്ടുള്ള ആലങ്കോട് ലീലാകൃഷ്ണൻ സാറായിരുന്നു. അങ്ങനെ സാറെത്തി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ യൂണിയനൊക്കെ ഇനോഗ്രേഷൻ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ പുതിയ യൂണിയൻ്റെ പേരൊക്കെ അനൗൺസ് ചെയ്തു. പിന്നെ നമുക്ക് This event marks the beginning of a journey one filled with opportunities for growth, unity, and the shared purpose of making our college vibrant, inspiring, and എനിക്കൊരു പുത്രതുല്യനായ സുഹൃത്തെന്ന് പറയാം. ആ അർത്ഥത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീജിത്ത്, പ്രിയപ്പെട്ട മഞ്ജു ടീച്ചർ, മിഷ, ഞങ്ങളെല്ലാവരും കൂടി ആലോചിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ആദ്യം തോന്നിയ പേരാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ സാറിന്റെ. ആ പേര് തന്നെ ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ കോളേജിൽ നാക്കിൻ്റെ വിസിറ്റൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഡാൻസൊക്കെ പഠിക്കാനും തീർത്തും അതിൻ്റെ ഭാഗമായിട്ട് വേറെ കുറേ പരിപാടികൾ ചെയ്യാം. അപ്പോൾ ഗായ്സ് നമ്മുടെ തീർത്ത് ഭയങ്കര പണിയിലാണ്. ദേ കണ്ടോ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ദേ ഇവിടെ പഠിക്കുകയാണ്, ഡാൻസ് കളിച്ച് പഠിക്കുന്നു ഗായ്സ്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ പ്രാക്ടീസ് ടൈം വന്നിരിക്കുകയാണ്. പക്ഷെ അപ്പുറത്ത് യോഗയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളോട് പ്രാക്ടീസ് ചെയ്യാൻ പോകാൻ പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഫ്രൈഡേ ആയിരുന്നു. ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞത് തിരിച്ചു പോവുകയാണ്. നാളെ ഞങ്ങൾക്ക് എന്തോ ക്രാഫ്റ്റിൻ്റെ വർക്ക് ഉള്ളതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോകുന്നില്ല അല്ലേ? സങ്കടമൊന്നുമില്ലല്ലോ? ആ കണ്ണീര് തുറച്ചു. സങ്കടമില്ലല്ലോ സാന്ദ്രുവിന്? അപ്പോൾ ആർക്കും സങ്കടമില്ല. നാളെ ഞങ്ങൾക്ക് ക്രാഫ്റ്റിന് പോകണം. അപ്പം ഞങ്ങൾ തന്നെ സാധനങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ ഞങ്ങൾ കുന്നംകുളത്ത് പോയി സാധനം വാങ്ങാൻ പോവാണ്. റെഡിയല്ലേ ഗായ്സ്? കാണുന്നുണ്ട്, സംസ്ഥാന സമ്മേളനം തോന്നുന്നു. എല്ലാം കൂടെ ഇവിടെ നിൽക്കുന്നുണ്ട്. അമ്മേ പോണ്ട. അപ്പൊ ഗായ്സ്, ഞങ്ങൾ കുന്നംകുളത്തേക്ക് പോകാൻ വേണ്ടി ബസ് കാത്ത് നിൽക്കുകയാണ് ഗായ്സ്. പിന്നെ ഞാൻ അതിന്റെ കൂലിയൊക്കെ കൊടുത്തിട്ടുണ്ട് യൂണിയൻ. അതേത് വണ്ടിയാ? അപ്പൊ നമുക്ക് ബോട്ടിലായിട്ട് ഇളക്കുപ്പി കിട്ടി. നാളെ ഞങ്ങൾ ആക്രിയൊക്കെ പെറുക്കിയൊക്കെ സെറ്റാക്കിയിട്ടാണ് പോകുന്നത്. എന്താ ഒന്ന് കണ്ടറിയാം. ആർട്ട് വഴിയാ പോയിരുന്നത്. എന്താ അങ്ങനെ എവിടെയോ ഇറക്കി കാട് പിടിച്ചൊരു സ്ഥലത്ത്. എന്നിട്ട് ആമിക്ക് എവിടെയെന്ന് അറിയില്ല. ബസ് വണ്ടിയിലുള്ള ചേച്ചിമാര് പറഞ്ഞ അവിടെ ഇറക്കല്ലേ, കുറച്ചവള് നീക്കി ഇറക്കാൻ പറ്റും. നീക്കി ഇറക്കിയിട്ട് ആമിക്ക് ഒരു സ്ഥലം മനസ്സിലാണ്. ആമിക്കാണെങ്കിൽ പേടിയാവാൻ തുടങ്ങി. ആൾക്കാർ വന്ന് കണ്ടുപിടിച്ച ആളുകൾ വന്ന് തൃശ്ശൂർ ബസ്സിലല്ലേ എന്നിട്ട് ആമി എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. ബോർഡ് പോലും ഇല്ല സ്ഥലത്തിന് എവിടെയെന്ന് അറിയാനായിട്ട്. ഒരു മീൻകാരൻ ചേട്ടനോട് ചോദിച്ചപ്പോ കാണിപ്പയ്യൂരാന്ന് പറഞ്ഞു. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴുകുകയാണ് ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുപ്പികൾ കഴുകണം. കഴുകിക്കോ. അപ്പോൾ ഞങ്ങൾ ആക്രി പെറുക്കി ഇത് കഴുകാൻ തുടങ്ങുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കഴുകിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം ഗൈസ്. ഞങ്ങൾക്ക് 12 മണിയായപ്പോൾ വീണ്ടും വിശന്നു. അപ്പോൾ
കഴിക്കാനുള്ള ബേക്കറി ഒക്കെ എടുത്തോളൂ കഴിക്കുന്ന. എങ്ങനെയുണ്ട് തീർത്തു? കൂടെ എനിക്കൊരു പാർട്ട്ണറും കൂടെ ഉണ്ട്. കഴിക്കാൻ വിളിച്ച എപ്പോൾ ഏത് രാത്രി ഓടി വരുന്ന എൻ്റെ പാർട്ട്ണർ. സാന്ദ്രി മോള് കിടന്നുറങ്ങി ഗൈസ്, സ്റ്റെഫി മോളും കിടന്നുറങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഹോളിൽ വന്നിരുന്ന് കഴിക്കുകയാണ് അല്ലേ. ബൈ. അപ്പോൾ ഗൈസ് കുറേ കാലത്തിന് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കാര്യങ്ങൾ. ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കാം. അപ്പോൾ എല്ലാവർക്കും ലവ് യു ആൻഡ് ബൈ, ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.